ഉണ്ടായ ഒരു തമാശ പറഞ്ഞുതരാം. എക്സാക്ട്ലി സംഭവിച്ച കാര്യം, കഥയൊന്നുമല്ല. അവിടെ ഞങ്ങളുടെയൊക്കെ ഒരു സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരിൽ ഒരാളായിരുന്നു ഒ പി വെപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തൃശ്ശൂരിന്റെ പ്രത്യേകത നമുക്കറിയാം, ധാരാളം ചിട്ടി കമ്പനികളുള്ള സ്ഥലമാണ്. ചിട്ടി കമ്പനികളുടെ ആസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണി സ്യൂട്ട്സ് ധാരാളം അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് പ്ലെയിൻറ്റിഫ്സിന് വേണ്ടിയിട്ട് അപ്പീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ തേർഡ് അഡീഷണൽ മുനിസിപ്പൽ കോടതിയിലൊക്കെ ഒത്തിരി ഇരിക്കുകയാണ്. അപ്പോൾ നിറച്ച് കെട്ടുകൾ അന്യായക്കാരാണ്. അപ്പോൾ ആരും മറ്റേ റെപ്പൈവത്തിൽ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു കെട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കൊടുത്തു. ഡിഫൻഡന്റിന് വേണ്ടിയിട്ട് പത്രികയ്ക്ക് സമയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേസ് വിളിച്ചു, എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് സമയം ചോദിച്ചു. അപ്പോൾ മുൻസിപ്പ് പറഞ്ഞു സോ മെനി ചാൻസസ് വർ ഓൾറെഡി ഗിവൺ എന്ന് പറഞ്ഞിരുന്നു. റെപ്പൈവത്തിൽ പറഞ്ഞു മോർ ചാൻസ് മേ ബി ഗ്രാൻഡഡ് ആസ് ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കാം. അപ്പോൾ അന്യായക്കാർക്ക് അവിടെ റെപ്രസെന്റേഷൻ ഇല്ല. സ്വാഭാവികമായിട്ടും ബന്ധുക്കൾക്ക് പേര് വിളിച്ചപ്പോൾ ഒ പി റെപ്പായി എന്നുള്ള പേര് അന്യായക്കാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ കയ്യിലിരുന്ന കെട്ട് അങ്ങ് ഇട്ടിട്ട് പറഞ്ഞ് ഒ പി റെപ്പായി വയ്ക്കുക പറഞ്ഞു സോ മെനി ചാൻസസ് ആർ ഓൾറെഡി ഗിവൺ യുവർ ഓണർ മേ ബി സെറ്റ് ദ എക്സ് പാർട്ടി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു അഡ്വക്കസി ഉണ്ട്. അവിടെ ഒരു അഡ്വക്കസി എന്ന് പറഞ്ഞാൽ ആ വിതിൻ നോ ഗ്യാപ്പ് ഓഫ് ടൈം അദ്ദേഹത്തിന് എന്ത് സാധിച്ചിട്ടുണ്ടായിരുന്നു, സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. എന്ത് എങ്ങനെ എപ്പോൾ പറയണം എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് പറയുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വരുന്ന നമ്മുടെ പുതിയ തലമുറ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഇൻഫിനിറ്റിയിലൊക്കെ എത്തി നിൽക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ആൽഫ കഴിഞ്ഞു, ബീറ്റ കഴിഞ്ഞു, ഇൻഫിനിറ്റിയിലൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല കാര്യമാണ്, കാരണം ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് അതൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നല്ല ലാംഗ്വേജും നല്ല ഭാഷയുണ്ട്. നമ്മുടെ പുതിയ തലമുറ അഭിഭാഷകരിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പണ്ട് നമ്പൂതിരി പറയുന്നത് പോലെ CAT എഴുതി അതിനെ കാറ്റെന്ന് വാങ്ങിച്ച് അത് പൂച്ചയാണെന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമില്ല. കാരണം എല്ലാം ഒരു CBSE or ICSE പോലെയുള്ള സ്കൂളുകളിൽ പഠിച്ച് നല്ല രീതിയിൽ നല്ല ഒറേറ്ററി സ്കില്ലുള്ള കുട്ടികളാണ് നമ്മൾ വരുന്നത്. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് അഡ്വക്കസി മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എറണാകുളത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ജൂനിയർ അഭിഭാഷക വന്ന് ഇത് നോട്ട് പ്രസ് ചെയ്തു, എന്തോ ഹർജി എന്തോ ആണ് നോട്ട് പ്രസ് ചെയ്തു. ക്വൈറ്റ് നാച്ചുറലി സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു യു എൻഡോസ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും സ്പോണ്ടേനിയസ് ആയിട്ട് ആ കുട്ടി പറഞ്ഞു ആ തേങ്ങയൊന്നും തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊരു തമാശയില്ല, ഇതുണ്ടായ കാര്യമല്ല. അപ്പോൾ പേരൊന്ന് തരുമെന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് ഞാനും എൻ്റെ ബെഞ്ചിലർക്കൊക്കെ ഒന്ന് സ്റ്റക്കായി പോയി. കാരണം നമ്മളത് കേൾക്കാത്ത ഒരു സാധനം യു എൻഡോസ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഷീ ആസ്ക്ഡ് ഫോർ പെയിൻ. അപ്പോൾ അവരുടെ പെയിൻ ഞാൻ ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് സാധാരണ പ്രാപിച്ച് പെട്ടെന്ന് തന്നെ ബെഞ്ചിലർക്കിനോട് പറഞ്ഞ് പേന കൊടുക്കുന്നു പറഞ്ഞു. ബെഞ്ചിൽ വളരെ കൂടായിട്ട് ബെഞ്ചിലർക്കിനോട് പേനയും വിളിച്ച് എൻഡോസ് ചെയ്ത് വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അതിൽ അൺയൂഷ്വലായിട്ട് ഒന്നുമില്ല. എന്താ എന്തെങ്കിലും പേന ഉണ്ടായിരുന്നില്ല, ഞാൻ പേന ചോദിച്ചു വാട്ട് ഇസ് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മളോട് പുതിയ തലമുറ ചോദിക്കുകയാണ് എൻ്റെ അതിന് കുഴപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് നത്തിങ് ഈസ് ദേർ ടു പോയിന്റ് ഇറ്റ് ഔട്ട്. ഒരു കുഴപ്പം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ഒരു സാങ്ക്ടിറ്റി എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഡയസ് ക്രോസ് ചെയ്യരുത് എന്ന് പറയുന്നത്? CPCയിലോ CRPCയിലോ റൂൾസ് ഓഫ് പ്രാക്ടീസിലോ എവിടെയും പറയുന്നില്ല ഡയസ് ക്രോസ് ചെയ്യരുതെന്ന്. പക്ഷെ അതൊരു കൺവെൻഷൻ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ചെയ്തു വരുന്നു. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പോൾ പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സംഭവിച്ചത് ഇന്നതാണെന്നോ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ദാറ്റ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് നമുക്ക് പറയാനോ സാധിക്കില്ല. പക്ഷെ പലപ്പോഴും സംഭവിച്ചു വരുന്ന പലപ്പോഴും കണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ നിന്നല്ല പഠിക്കേണ്ടത്. അതാണ് പ്രാക്ടീസ് എന്നുള്ളത് കൊണ്ട്, അതായത് കണ്ണും കാതും തുറന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് അഭിഭാഷക വൃത്തിയിൽ ഏറ്റവും നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഞാൻ 1999 എൻറോൾ ചെയ്തു എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെപ്റ്റംബറിൽ പ്രാക്ടീസ് തുടങ്ങി. ഒക്ടോബറിൽ സെക്കൻഡ് സാറ്റർഡേ സൺഡേ എൻ്റെ സീനിയർ എന്നെ വിളിച്ചിട്ട് ഒരു അന്യായം എനിക്ക് ഡിക്റ്റേഷൻ തന്നു. ഞാനത് എഴുതിയെടുത്തു. അന്യായം എന്നായിരുന്നു OS 696/99 എന്ന് പറയുന്ന സബ് കോടതിയിലത്തെ അന്യായമാണ്. ഞാൻ ഫസ്റ്റ് വക്കാലത്തിട്ട കേസാണ്, ഫസ്റ്റ് എഴുതിയ കേസാണ്, ഫസ്റ്റ് മൂവ് ചെയ്ത കേസാണ്. അപ്പോൾ അന്ന് സീനിയർ അത് പറഞ്ഞു തന്നു. മുഴുവൻ നമ്മളിതിൽ എഴുതുക, ഇത്രത്തോളം കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ എഴുതുന്നു, ടൈപ്പിസ്റ്റ് അത് അടിക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് അടിക്കുന്നു, അത്തരം രീതികളാണ്.
അപ്പോൾ അത് പറഞ്ഞു. അത് അന്ന് സെക്കൻഡ് സാറ്റർഡേ സൺഡേ മുഴുവൻ ഇരുന്ന് അത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഉമ്മസ്തന്മാരത് പ്രിപ്പയർ ചെയ്തു. തിങ്കളാഴ്ച രാവിലെ നമുക്ക് സീനിയർ എന്നോട് ചോദിച്ചു, എനിക്ക് അന്യായം മൂവ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം സമ്മതിച്ചു, മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് അഡീഷണൽ സബ് കോടതിയിലായിരുന്നു. ചെന്നു ഇരുന്നു, കേസ് മൂവ് ചെയ്തു. കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഭാഗ്യത്തിന് ഇൻജക്ഷന് കിട്ടി, കമ്മീഷനും കിട്ടി. അപ്പോൾ ആക്ച്വലി സീനിയർ പുറകെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് സീനിയർ അത് നല്ലോണം ചെയ്തു എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ പിന്നീട് കാലം മുന്നോട്ട് പോയി പ്രാക്ടീസ് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നും ഈ നിമിഷത്തിൽ ഉൾപ്പെടെ ഞാൻ എത്രത്തോളം ഈ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ അന്യായം മൂവ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാനത് സമ്മതിക്കില്ലായിരുന്നു. തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അത് സമ്മതിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഒരു അന്യായം മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെൻഷനുള്ള ഒരു കാര്യമാണ്. കാരണം അന്യായം മൂവ് ചെയ്ത് ആ സമയത്ത് ഇൻജക്ഷനോ കമ്മീഷനോ കിട്ടിയില്ലെങ്കിൽ പിന്നീട് അന്യായം ഡിഗ്രി ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കക്ഷിയെ സംബന്ധിച്ച് അവിടെ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ടാവും. ആ മൂവ് ചെയ്ത സമയത്ത് ഇൻജക്ഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പരിപാടി ഏറ്റെടുത്ത് അന്യായം മൂവ് ചെയ്തു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഏൽപ്പിച്ച പണി ചെയ്തത് കൊണ്ട് പിന്നീടുള്ള അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങളോടെന്ന് പറഞ്ഞ് യങ്സ്റ്റേഴ്സിനെയാണ് ഞാൻ എയിം ചെയ്യുന്നത്, മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അതായത് കിട്ടുന്ന അവസരങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. പറയുന്നതിന് നമുക്ക് എത്ര ഒറേറ്ററി സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും കോടതികളിൽ കാര്യങ്ങൾ പറയുന്നതിന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. എഴുന്നേറ്റ് നിന്ന് അത് പ്രസന്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചാൽ മാത്രമാണ് അത് പറഞ്ഞ് അക്വയർ ചെയ്യുന്ന ഒരു സ്കില്ലാണ്. അത് എങ്ങനെ പറയുന്നു, ഏത് പറയുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 4 മാസക്കാലത്ത് 2-3 മാസമായിട്ട് അവിടെ ആലപ്പുഴ കോടതിയിൽ വന്നിട്ടുള്ളവരാരുണ്ടെന്ന് എനിക്കറിയില്ല, വരുന്നുണ്ടെങ്കിൽ അറിയാം. ഞാൻ അവിടെ വരുന്ന യങ്സ്റ്റേഴ്സിനെ കൊണ്ട് നിർബന്ധമായിട്ട് ഹർജി പറയിപ്പിക്കും, ബെയില് പറയിപ്പിക്കും. അഡ്ജേൺമെന്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും, അതിൽ ഗ്രാൻഡ് ടൈം പ്രൊവൈഡഡ്, യു ഷുഡ് കം ആൻഡ് ആർഗ്യൂ ദ മാറ്റർ എന്നുള്ളത് പറഞ്ഞ് പേരും ചോദിച്ച് അവരെ കൊണ്ട് ആർഗ്യൂ ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ ബെയിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ച്. കാരണം അത് പറയിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പറയുന്നതിനുള്ള നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറി നമുക്ക് അതിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അഡ്വക്കസിയെ സംബന്ധിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ നമ്മളെപ്പോഴും ഇപ്പോൾ നമുക്ക് ഡിസിഷൻസ് ഫിംഗർ ടിപ്പിലാണ് എന്ന് പറയുമ്പോൾ ഓൺലൈനുണ്ട്, പല ഫെസിലിറ്റീസ് ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും ഡിസിഷൻസ് കിട്ടാമെന്ന് പറയുള്ളൂ. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് പോലും 2000-ന്റെ തുടക്കകാലത്ത് പോലും ഒരു ഡിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് AR മാനുവൽ മാത്രമേ ഉള്ളൂ. KMT ഡൈജസ്റ്റ് പോലും ആ സമയത്തില്ല. AR മാനുവൽ എടുക്കുക, ബന്ധപ്പെട്ട സബ്ജക്റ്റിന്റെ കമന്ററി വായിച്ചു നോക്കുക, ആ കമന്ററി വായിക്കുന്നതനുസരിച്ച് അതിന്റെ സൈറ്റേഷൻ അനുസരിച്ച് പുസ്തകം എടുത്ത് വായിക്കുക. ചിലപ്പോൾ മാനുവലിന്റെ കമന്ററിയിൽ പറയുന്നതനുസരിച്ച് നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്, ഹെഡ് നോട്ടും ടെക്സ്റ്റുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനൊരു എഫേർട്ട് എടുക്കണം. പക്ഷെ ആ എഫേർട്ട് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാനുവലൊക്കെ വായിക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പല ആവർത്തി വായിച്ചൊക്കെ പോകുന്ന സമയത്ത് അത് പല ആവർത്തിയായി നമ്മുടെ മനസ്സിലേക്ക് അത് എത്തിപ്പെടുമ്പോൾ പല പൊസിഷൻസ് നമുക്കറിയാം. മാത്രമല്ല നമ്മുടെ കേസ് അല്ലെങ്കിൽ പോലും മറ്റ് സീനിയേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കോടതിയിലോ മറ്റ് കേസുകൾ വാദം പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവർ പറയുന്ന പൊസിഷൻസ്, അവർ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 1 കൊല്ലം കഴിയുമ്പോഴോ 2 കൊല്ലം കഴിയുമ്പോഴോ അതുപോലെ ഒരു കേസ് നമുക്ക് വരുന്ന സമയത്ത് മിനിമം നമുക്ക് എന്ത് റീകളക്ട് ചെയ്യാൻ സാധിക്കും, ഇങ്ങനൊരു പൊസിഷൻ കോടതിയിൽ ഇന്ന ഒരു വക്കീല് പറയുന്നത് ഉണ്ടല്ലോ, അത് നോക്കാലോ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ് 25% ഉദ്യമബന്ധത്തിൽ നിന്ന് 25% പുസ്തകത്തിൽ നിന്ന് സ്വയാർജിതം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും അധികം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഈ അഭിഭാഷക പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിർബന്ധമായിട്ടും നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കുകയാണ് ഞാൻ നിരന്തരം നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും വരുമ്പോൾ എന്താണ്, കാത് അടച്ചു വെച്ചിട്ടാണ് കോടതിയിൽ വരുന്നത്. കണ്ണ് തുറന്നിരിക്കുന്നുണ്ടെങ്കിലും കണ്ണ് ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം വേറൊന്നുമില്ല, കാത് പ്ലഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെയും ചെവിയിൽ എന്താണ് ഇയർഫോൺസ് ആണ് ഇരിക്കുന്നത് മിക്കവരുടെയും ചെവിയിൽ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ലാതെ ബാക്കി സറൗണ്ടിങ്സിൽ നടക്കുന്ന ഒരു കാര്യം പോലും അവർ അറിയുന്നില്ല. കണ്ണ് എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സ്ക്രീനിലാണ്. അപ്പൊ
അപ്പൊ എന്ത് നടക്കുന്നു ചുറ്റും എന്നുള്ളതിനെ പറ്റി പോലും ഇവൻ കോടതി റേസ് ചെയ്താൽ പോലും ചെന്ന് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് വിടേണ്ട അവസ്ഥയിലേക്ക്, അതിശയോക്തിയല്ല, പല സമയത്തും നടക്കുന്ന കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലേക്ക് പോകാതെ എൻ്റെ കേസ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ പല പൊസിഷൻസ്, പല കാര്യങ്ങളും പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കോടതിയിലുണ്ടായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഇവിടെ ഞാൻ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, വിക്ടിമിന്റെ അപ്പീൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിലേ കണ്ടിന്യൂഷൻ പെറ്റീഷൻ ഇട്ടിട്ടാണ് ഇവിടെ ഫയൽ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ നോക്കിക്കഴിഞ്ഞ് വന്നിട്ട് ഈ വിക്ടിം ഡിലേ കണ്ടിന്യൂഷൻ പെറ്റീഷൻ്റെ നോട്ടീസ് പോയതിന് ശേഷം പിന്നീട് അത് അൺസേർവ്ഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെയും നോട്ടീസ് അയച്ചു, അതിങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് കണ്ടു. അപ്പോൾ വാട്ട് ഇസ് ദ മാറ്റർ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും റെപ്രസെന്റ് ചെയ്യുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഇതുപോലെ തന്നെ ഒരു മാറ്റർ ഉണ്ടായ സമയത്ത് ഇതേ സെയിം സിറ്റുവേഷൻ പോസ്റ്റ്, അതായത് നോട്ടീസ് റിട്ടേൺ അൺസേർവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഡിലേ പെറ്റീഷൻ വീണ്ടും ഞാൻ എഴുതി, ഓർഡർ നോട്ടീസ് നോട്ട് സെർവ്ഡ് ആസ് ദ റെസ്പോണ്ടൻസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ അഡ്രസ്, കേസ് ടെക്സ്റ്റിൽ കറക്റ്റ് അഡ്രസ്, റിട്ടേൺ ഓഫ് നോട്ടീസ് എന്ന് പറഞ്ഞ് ഡേറ്റ് വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വെറുതെ തോന്നി വാട്ട് ഇസ് ദ മാറ്റർ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദാറ്റ് ലോയർ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കൺവിൻസ് ദ മാറ്റർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് എൻ അപ്പീൽ അഗെയിൻസ്റ്റ് അക്യൂറ്റഡാണ്, ജഡ്ജ്മെന്റ് ഓഫ് അക്യൂറ്റഡ് അഗെയിൻസ്റ്റ് ആണ്. ക്വൈറ്റ് നാച്ചുറൽ അത് വിക്ടിമാണ്. അപ്പോൾ വിക്ടിമാണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ വക്കീലിനോട് ചോദിച്ചു, ഈസ് ദർ എനി ഡിലേ ഇൻ ഫയലിംഗ് ദ വിക്ടിം അപ്പീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വക്കീൽ ആദ്യം ഒന്നും വേണ്ടിയില്ല. ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു 2025 SCC ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. 2025 SCC ഓൺലൈൻ പറയൂ, ബാക്കി എന്താ വടസ്സ വിക്ടം കയറുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞു ഞാൻ ജസ്റ്റ് വായിച്ചു വന്നു, എനിക്ക് ജസ്റ്റ് വായിച്ചിട്ട് എന്താ മനസ്സിലായത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് വിക്ടിം അപ്പീലിന് ഡിലേ ഇല്ലാന്നാണ് എന്നുള്ളത്. ഞാൻ വിക്ടിം അപ്പീലിന് ഡിലേ ഇല്ലാന്നാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങനെയാ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ അങ്ങനെയാ മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വായിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്, കൃത്യമായിട്ട് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയാന്നുള്ള 138ന്റെ 3 കംപ്ലൈനന്റ് അക്യൂറ്റഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ വിത്ത് ഡിലേ പെറ്റീഷൻ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ദർ ഇസ് നോട്ട് ഡിലേ. പ്രത്യേകിച്ച് 138ന്റെ കംപ്ലൈനന്റ് വെദർ ദ കംപ്ലൈനന്റ് ഇൻ എ 138 പ്രോസിക്യൂഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വിക്ടിം എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ വാസ് ഡിസൈഡഡ് ബൈ ഹർ ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് നാഗരത്ന in 2025. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഈ പറഞ്ഞു ജസ്റ്റിസ് നാഗരത്നയുടെ ഡിസിഷൻ ഉണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ ദി എക്സാക്ട് സൈറ്റേഷൻ എന്ന് പറഞ്ഞ് കോടതിയിൽ ഇരുന്ന പിള്ളേരെ കൊണ്ട് ഞാനത് എടുപ്പിച്ചു. അപ്പോൾ ആരോ 2025 എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു. ഞാൻ അതാണ്. ബിഫോർ ദാറ്റ് ഓൾസോ ജസ്റ്റിസ് സേലിം ബാബുവിൻ്റെ ഡിസിഷൻ ഉണ്ട്. Though the provision for victim appeal is introduced in CRPC, no corresponding amendment is in the limitation act. അതുകൊണ്ട് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം വിക്ടിം അപ്പീൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണമെന്ന് പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് വി കനോട്ട് ഇൻസിസ്റ്റ് ദാറ്റ് ദ അപ്പീൽ ബൈ ദ വിക്ടിം ഷാൽ ബി ഫയൽഡ് വിതിൻ സച്ച് ആൻഡ് സച്ച് പ്രിസ്ക്രൈബ് ടൈം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ അവരെ കൊണ്ട് നിങ്ങൾ നോട്ട് പ്രസ് ചെയ്യും, ഈ ഡിലേ കണ്ടിന്യൂഷൻ പെറ്റീഷൻസ് നോട്ട് പ്രസ് ചെയ്യും, എന്നിട്ടൊരു അഫിഡവിറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് വിക്ടിമിൻ്റെ അപ്പീലാണ് ദർ ഇസ് നോട്ട് ഡിലേ എന്ന് പറഞ്ഞിട്ട് ഒരു അഫിഡവിറ്റ് ഇടുമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചു കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് ഞാനിത് ചോദിച്ചപ്പോൾ സൈഡിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് 2025 ഓൺലൈൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു യു ടെൽ മീ യു അപ്രൈസ് മീ വാട്ട് ഇസ് ദ വിക്ടിം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാറ്റ് ലോയർ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കൺവിൻസ് ദാറ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ പറയുന്നത്, ഞാൻ ജസ്റ്റ് വായിച്ചു, അപ്പോൾ ഇങ്ങനെയാ മനസ്സിലായി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, കൈവിട്ട് പോവുകയാണ് എന്നുള്ളത്. ദോ ദ പ്രൊഫഷണൽ സ്റ്റേണ്ടേഴ്സ് എന്താണ്, അഭിഭാഷകർ കോടതിയിൽ നുണ പറയുന്നവരാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നുണ പറയുന്നവരല്ല. നമ്മളെന്താ പറയുന്നത്, ഇന്റർപ്രിട്ടേഷനാണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2:3 എന്നുള്ള പ്രിസിഷൻ 6 എന്ന് പറയുന്ന പ്രിസിഷനോട് കൂടിയിട്ടല്ല നിയമത്തെ പറയുന്നത്. നിയമത്തിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും ആകാം അങ്ങനെയും ആകാം എന്നുള്ള രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്ത് അതിന്റെ പോസിബിലിറ്റീസും പ്രൊബബിലിറ്റീസും നോക്കി ഏത് പ്രൊബബിൾ ആയിട്ടുള്ള പോസിബിലിറ്റിക്കാണ് കൂടുതൽ ചാൻസ് എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലും തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ കേസുകൾ എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഒരു പക്ഷേ ജില്ലാ കോടതി റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും, ആ ജഡ്ജ്മെന്റ് എഗെയിൻ ഹൈക്കോടതി സെക്കൻഡ് അപ്പീലിൽ കൺഫേം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ SLP പോകുന്ന സമയത്ത് ഈ ജില്ലാ കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജ്മെന്റ്
ജഡ്ജ്മെന്റുകൾ റിവേഴ്സ് ചെയ്തിട്ട് മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജ്മെന്റ് അപ്ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സമയത്ത് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ലോ. അതായത് ഓരോ തരത്തിലും അവരുടെ ആ നിയമത്തിന്റെ പല പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിനെ എങ്ങനെ കൊണ്ടുവരും? അപ്പം ഞാൻ സ്ഥിരം പറയാറുണ്ട്, കള്ളത്തരം പറയരുത് എന്ന് പറയുന്നത്. കള്ളത്തരം പറയരുത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിലേക്കാണ് വരുന്നത്. അഭിഭാഷകരെ നുണ പറയുന്നതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പ്ലീഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഓരോ പൊസിഷൻസും ഇന്ന പൊസിഷനിൽ ഇന്ന രീതിയിൽ അപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കള്ളത്തരം പറയരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കപ്പ് പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. 1 മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേ പറഞ്ഞതാണെങ്കിലും മുറയിൽ നിന്ന് നാളത്തെ കേസ് ഇന്ന് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഗുമസ്തം വിട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ എന്ത് കാര്യങ്ങൾ കൊണ്ടാകട്ടെ സംഭവിച്ചിട്ടുണ്ടാവും. നാളെ ഇരിക്കുന്ന കേസ് ഇന്ന് വൈകുന്നേരം നമ്മൾ എടുത്തു കഴിയുമ്പോഴാവും അത് ബാക്കപ്പ് പേ ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. രാവിലെ കേസ് വിളിക്കുന്ന സമയത്ത് എന്താണ് ടേക്ക് സ്റ്റെപ്സ്, റിട്ടേൺ ഓഫ് നോട്ടീസ് എന്നുള്ളതാണ് പ്രൊസീജിയേഴ്സ്. അത് ഈ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ ഡാറ്റ പേ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏറ്റവും ഫെയർനെസ്സോട് കൂടിയിട്ട് കോടതികൾ പറയാം, there was a direction to pay data, I omitted to pay data, one more chance may be granted എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% കോടതികളും ചാൻസ് കൊടുക്കാതിരിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അന്യായമോ അപ്പീൽ മെമ്മോറാണ്ടമോ തള്ളാനായിട്ട് നിൽക്കില്ല. പക്ഷേ ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ അവിടെ നമ്മൾ നോക്കുന്നു, ലാസ്റ്റ് പ്രൊസീഡിങ്സ് റിട്ടേൺ ഓഫ് നോട്ടീസ് ആണ്. അപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, ബെഞ്ച് ക്ലർക്കിനോട് ചോദിക്കുന്നു. അപ്പോൾ ബെഞ്ച് ക്ലർക്ക് കരയുന്നു. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും സ്റ്റെപ്സ് ഓൾറെഡി ടേക്കൻ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. അതും കൂടെ കേൾക്കുമ്പോൾ ഒന്നും കൂടെ കെട്ട് തരിക, സ്റ്റെപ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തെരഞ്ഞ് നോക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്തുണ്ടാവും? സ്റ്റെപ്സ് എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ 10 മിനിറ്റ് പോയതും ഈ രീതിയിൽ പറഞ്ഞതും എല്ലാം കൂടിയിട്ട് എന്തുണ്ടാവും? എന്നാൽ ശരിയാക്കി തരാം, നിങ്ങൾ ഈ രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് കാര്യം പറഞ്ഞൂടെ, നോ സ്റ്റെപ്സ് ടേക്കൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഞാൻ ചെയ്യുമെന്നല്ല പറയുന്നത്, എന്ത് ചെയ്യാം? സ്റ്റെപ്സ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ട് ഡിസ്പൈറ്റ് സെവറൽ ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റെപ്സ് were not taken, hence dismissed എന്ന് എഴുതാല്ലേ. അപ്പോൾ ഇതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. ആദ്യം തന്നെ പറയാം, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കോടതികൾ ഉണ്ടായ കാലം മുതൽ തന്നെ എപ്പോഴും ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നമ്മൾ റെസ്റ്റോറേഷനോ അല്ലെങ്കിൽ എക്സ് പാർട്ടി മാറ്റാനോ പെറ്റീഷൻ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് പറയും? ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വക്കീൽ നടത്തുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപിയുടെ കടലാസ് വന്നപ്പോഴാണ് വക്കീൽ ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലായത്. വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വക്കീൽ എന്ത് പറയും? ആക്ച്വലി ഡേറ്റ് 17/7 പക്ഷെ എൻ്റെ ദിവസം തെറ്റായിട്ട് 17/8 എന്ന് ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 17/8 ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേസ് വിളിച്ചു പോയി തള്ളിയെന്ന് പറഞ്ഞല്ലേ. ഇതൊക്കെ നമ്മുടെ സ്ഥിരം ഡിലേഡ് റീസൺസ് അല്ലേ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ സ്റ്റിൽ എന്താണ്, നമ്മളതൊക്കെ സഫീഷ്യന്റ് കോസ് ആയിട്ട് കണക്കാക്കി നമ്മൾ ചെയ്തു പോകുന്നു. കാരണം ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റേഷൻ ആക്ട് എന്താണ്? ഡിസ്പോസ് ഓഫ് ദ മാറ്റർ ഓൺ മെറിറ്റ്സ് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ ടെക്നിക്കൽ ഡിസ്പോസൽസിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഏറ്റവും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്സ് എടുക്കാവുന്നതും ഫയൽ മിസ്പ്ലേസ്ഡ് ആവുന്നതും അല്ലെങ്കിൽ ഒമിഷൻ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. എത്ര പ്രീ ട്രയൽ സ്റ്റെപ്സിന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴേ സ്റ്റെപ്സ് എടുക്കുള്ളൂ, നമ്മളെപ്പോഴേ സാക്ഷ്യപ്പെട്ടിന് ഹാജരാക്കുള്ളൂ, നമ്മളെപ്പോഴേ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ലിസ്റ്റിലായി എന്നാണോ വിസ്തരിക്കുന്നത് അന്നത്തെ ദിവസമാണ് നമ്മൾ എന്തുണ്ടാവുള്ളൂ? ഹർജി രേഖ സ്വീകരിക്കുന്നതിന്. പിന്നെ മറ്റേ ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി ആണെങ്കിൽ ഒരു പണിയും കൂടെ കിടന്നിട്ട് അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്തിന് ഹർജി കൊടുക്കുന്നുണ്ടാവുക? സർവേ കമ്മീഷന് നമ്മൾ ഹർജി കൊടുക്കുന്നത്. പിന്നെ അതുവരെ മീഡിയേഷന് പുറംതിരിഞ്ഞ് നിന്നിട്ടുള്ള അഭിഭാഷകർ ഏറ്റവും അധികം മീഡിയേഷനെ എതിർത്തിട്ടുള്ള ആളായിരിക്കും. പക്ഷെ ലിസ്റ്റിൽ അന്ന് വന്നിട്ട് എന്ത് പറയുന്നുണ്ടാവും? റെഡി ഫോർ സെറ്റിൽമെന്റ്, there is chance for settlement, may be referred for mediation. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം നമ്മളും ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ചാൻസ് ഫോർ സെറ്റിൽമെന്റും ആ ചാൻസ് ഫോർ റെഡിനെസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇന്ന് ലിസ്റ്റിൽ റെഡി അല്ല എന്നുള്ളത്. എന്ന പോലെ തന്നെയാണ് മറ്റൊരു രീതിയിൽ ട്രാൻസ്ഫർ പെറ്റീഷൻസ് വരുന്നത്. ഈ ട്രാൻസ്ഫർ പെറ്റീഷൻ സ്റ്റേയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു
പ്രാക്ടിക്കൽ അപ്രോച്ചോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്ത് അത് എങ്ങനെ കൺവേ ചെയ്തു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാഷയുണ്ടാകാം, ഏറ്റവും സ്കിൽസ് ഉണ്ടായിരിക്കാം. പക്ഷെ പലപ്പോഴും എന്താണ്, നമുക്ക് അഡ്വക്കസി ഉണ്ടായി എന്നുണ്ടെങ്കിൽ വലിയ ഭാഷയൊന്നും വേണ്ട, പറയുന്ന കാര്യം വേണ്ട രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അഡ്വക്കസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സ്മൂത്ത് ആയിട്ട് നടക്കും. ഈ അഡ്വക്കസി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്നതാണ്. തൃശ്ശൂരുള്ള മറ്റൊരു സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കെ ദേവദാസ്. ഏറ്റവും സിവിലിലും ഏറ്റവും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ദേവദാസ് സാർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു അപ്പീൽ വിളിക്കുന്നു, അപ്പീൽ വിളിച്ച സമയത്ത് നമ്മൾ റെഡിയല്ല. അപ്പീൽ വിളിച്ച സമയത്ത് തന്നെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പലൻ്റ് ഈസ് നോട്ട് റെഡി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇരിക്കുന്ന ജഡ്ജിക്ക് അപ്പം തോന്നുന്നു നീ റെഡിയല്ല അല്ലേ, നിന്നെ ഒന്ന് ശരിയാക്കി തരാതെ വിചാരിച്ചിട്ട് ഈ സാധനം നമ്മൾ വിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നമ്മുടെ വൈകുന്നേരം വരെ നമ്മളവിടെ കയറില്ലാണ്ട് കെട്ടിയിരുത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇതേ സാധനം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ് ഐ മേ ബി ഹെഡ് ഓൺ നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഭവം എന്തായാലും രണ്ടും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പലൻ ലോട്ടറി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമാണോ സ്വാഭാവികമായിട്ടും ഐ മേ ബി ഹെഡ് ഓൺ നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം? രണ്ടും ഒരേ കാര്യം തന്നെയാണെങ്കിലും അതിൻ്റെ പ്രസന്റേഷനിൽ ഒരാളുടെ മനസ്സിലേക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് തമ്മിൽ വളരെ അന്തരമുണ്ട്. അതാണ് വീണ്ടും വീണ്ടും അഡ്വക്കസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫാക്ട് തരമാവുക പറ്റുന്ന തരത്തിൽ നമ്മുടെ പൊസിഷൻസ് അപ്ഡേറ്റ് ചെയ്ത് പോകുക. നമ്മൾ സാധാരണ പറയാറുണ്ട് ഏറ്റവും ഒരു പാരഡോക്സിൽ ആയിട്ടുള്ള ഒരു അസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യായത്തിന് വേണ്ടി കോടതിയിൽ വന്ന് കാര്യങ്ങൾ പറയുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ന്യായത്തിന് വേണ്ടി, അവന്റെ ഭാഗത്തെ ന്യായത്തിന് വേണ്ടി കോടതിയിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അന്യായക്കാരെന്നാണ് വിളിക്കുന്നത് അല്ലേ? അവനവന്റെ ന്യായം സ്ഥാപിച്ചു കിട്ടാനാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. അവന് നമ്മൾ വിളിക്കുന്നു അന്യായക്കാരൻ. അവൻ നൽകിയ കാര്യങ്ങൾ, അവന്റെ ഫീലിങ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അന്യായം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? ഇതൊരു പാരഡോക്സിൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് കുറേ കൂടി വേണമെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ കേസിൻ്റെ വിധിയൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദോഷമായിട്ടുണ്ടെങ്കിൽ കക്ഷികൾ നമുക്ക് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, വെറുതെ അല്ല ഇതിനെ വിധി എന്ന് പറയുന്നത്, അത് അവൻ്റെ വിധിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിൽ പോയി പല മാർഗങ്ങളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കിയിട്ടും ഒരു തരത്തിലും നടക്കാതെ മറ്റു ആശകളും അവരുടെ എല്ലാ തരത്തിലുള്ള എല്ലാ റിസോഴ്സസും അവർ നോക്കിയതിന് ശേഷം പിന്നീട് ലാസ്റ്റായിട്ട് എത്തുന്ന അവരുടെ ഒരു റിസോർട്ടാണ് കോടതി എന്ന് പറയുന്നത്. അവർ ഏറ്റവും അവസാനം സമീപിക്കുന്ന, അവരുടെ നീതി കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം സമീപിക്കുന്ന ആളുകളാണ് അഭിഭാഷകർ കോടതി എന്ന് പറയുന്നത്. അപ്പം അഭിഭാഷകർ കോടതി ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുമ്പോൾ അങ്ങനെ തലം തിരിച്ച് കാണേണ്ട കാര്യങ്ങളല്ല. കാരണം ഇതൊക്കെ ഒരു ജുഡീഷ്യൽ ഡിസ്പെൻസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരു രീതിയിൽ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത് വരുന്ന അവരോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നു എന്നുള്ളതാണ് ഒരു അഭിഭാഷകരുടെ, ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ ഏറ്റവും മികവ് അവിടെയാണ്. നമ്മൾ പറയാറില്ല ആ ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നീതി നിർവഹണത്തിന് സാധ്യമാക്കുന്നതിന് അതിന് വേണ്ട ഉത്തരവാദിത്തം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ ആശ്രയിച്ച് അവൻ്റെ ഏറ്റവും ജീവിതത്തിലത്തെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളെ ആശ്രയിച്ച് വരുന്നവരോട് നമ്മൾ എങ്ങനെ അവരെ കാണണം, ഏത് രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തപ്പെട്ട് അങ്ങനെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ഒരു എന്താണ് ഏറ്റവും വലിയ അത്താണിയായിട്ട് നിൽക്കേണ്ടവരാണ് അഭിഭാഷകരായാലും കോടതി ആണെങ്കിലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണെങ്കിലും കോർട്ട് സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ അഡ്വക്കേറ്റ് ക്ലർക്സ് ആണെങ്കിലും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നീതി നിർവഹണം നടത്താനായിട്ട് സാധിക്കും.
ഞാൻ കുറച്ചും കൂടെ തമാശയായിട്ട് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കേസസ് പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇൻപുട്ട് കിട്ടിയാലാണ് എന്തുണ്ടാവുന്നത്, സ്വാഭാവികമായിട്ട് നല്ല ഔട്ട്പുട്ടും നമ്മളിൽ നിന്നുണ്ടാകുള്ളൂ. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രൊപ്പോർഷനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഹൂ ഈസ് ദ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, ആരാണോ നീതി നേടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളൊരു വാദമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്ന് പെട്ടു നോക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അഭിഭാഷകനോട് ചിലപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ദേഷ്യം തോന്നും, അല്ലെങ്കിൽ ആ സമയത്ത് വഴക്ക് പറയുമോ എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിർബന്ധമായിട്ടും എന്താണ്, ഒരിക്കലും ദാറ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഇൻ അവർ ജഡ്ജ്മെന്റ് ഓർഡർ. കാരണം എന്താണ്, ആ കക്ഷിയാണ് നമ്മുടെ അടുത്ത് നീതി നേടി വന്നത്, ഒരിക്കലും അഭിഭാഷകനല്ല. അഭിഭാഷകൻ അല്ലെങ്കിൽ ജഡ്ജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റലാണ്, ആ നീതി നിർവഹണത്തിന്റെ ഇൻസ്ട്രുമെന്റലാണ്. അപ്പോൾ ആ നീതിബോധത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും നീതി നിർവഹണത്തിന്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന കടമകൾ ഏറ്റവും കൃത്യമായിട്ട്, ഞാൻ സാധാരണ പറയുന്നത് പോലെ വിതൗട്ട് ഫിയർ ഓഫ് ഫേവർ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നിർണ്ണയിക്കുമ്പോൾ മാത്രമാണ് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറിക്ക് നീതി നൽകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി ഇത്തരം പരിപാടികൾ നമ്മൾക്ക് മോട്ടിവേഷൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ക്ഷണിച്ച ആദ്യമായിട്ടാണ് ഇവിടെ നൽകുന്നത് ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്ക്, ഇവിടെയുള്ള എല്ലാ അഭിഭാഷകർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം എൻ്റെ സ്നേഹം നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു.